ഹലോ ഹായ് റസിയ ശിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിക്കറിൻ്റെ അതേ രുചിയിൽ തന്നെ പൊട്ടാറ്റോ കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഒരു ഫ്രൈ പാൻ എടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മസാലകളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വെള്ളം തിളയ്ക്കാനായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 ഉരുളക്കിഴങ്ങ് ഞാനൊരു വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഒരു 1/2 വേവാകുമ്പോൾ നമുക്ക് അതിൽ നിന്നും കോരിയെടുക്കാം. മസാല കരിയാതെ നോക്കണം. ഒന്ന് ചെയ്താലും മതി. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 1/2 വേവാകുമ്പോൾ ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം ഓയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ബാക്കി വേവും കൂടെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നു. ഇതിലെ ബാക്കി ഓയിലിൽ തന്നെ നമ്മൾ സവാള ഇട്ടെടുക്കാം. ഞാനിവിടെ 2 സവാള കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. ചെറിയ തീയിലിട്ട് ഇതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഏകദേശം നമ്മൾ സവാളൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. സവാളൊക്കെ കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വെന്ത സവാളയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലക്കൂട്ട് വറുത്തതായതുകൊണ്ട് നമുക്ക് ഈ മസാല വീണ്ടും വറുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഒരു 2 വലിയ തക്കാളി തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ തക്കാളി വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ തക്കാളിയൊക്കെ വെന്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഇതൊന്നുകൂടെ തീയിലിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രേവി ആയി കിട്ടും. അതുപോലെ തന്നെ ഇതിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. അതിനനുസരിച്ച് കറി നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റി ഉള്ളൊരു സാധാ ഇറച്ചിക്കറി പോലെ ഉണ്ടാവും. ഇറച്ചിയില്ലാന്നേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.